എന്തായാലും ഇന്നത്തെ ഗീതാ ഗോവിന്ദം ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാട്ടോ. നമ്മുടെ ഗോവിന്ദ് നമ്മുടെ രാധികാമ്മ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഗീതുവിന്റെ തനിനിറം മനസ്സിലാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദ് അന്നേച്ചിനോട് ലിലോടിക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയയുടെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുക നമ്മുടെ എന്താ പറയുക ഗീതു ആ ഒരു കങ്കാരു തെറാപ്പി എന്നാട്ടോ നമ്മുടെ ഡോക്ടർ അതിൽ പറയുന്നത്. അപ്പോൾ അത് ചെയ്താലും നമ്മുടെ കുഞ്ഞ് പെട്ടെന്ന് എന്താ പറയുക സുഖം പ്രാപിക്കും എന്നൊക്കെയാണ് അതിൽ നമ്മുടെ ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് നേരം കൂടി നിന്നാൽ ഗീതുവിൻ്റെ തനിനിറം എന്താ പറയുക സാറിന് കൂടുതലായിട്ട് മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ ഇവിടെ വേറൊരു കുഞ്ഞും കൂടിയുണ്ട്. പ്രസവത്തിന് പിന്നാലെ അമ്മ ഡിപ്രഷൻ അടിച്ച് എന്താ പറയുക ഒരു ഭ്രാന്തമായ നിലയിലേക്ക് പോയിട്ട് ആ ഒരു കുഞ്ഞിൻ്റെയും ഈ ഒരു കാര്യം നമ്മുടെ ഗീതു തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമ്മുടെ ഗോവിന്ദിനോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദ് ആകപ്പാടെ കരയും കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഇതിലാട്ടോ. നമ്മുടെ ഗീതുവിനെ ഇപ്പം ഭയങ്കരമായിട്ട് മനസ്സിലായി നമ്മുടെ ഗോവിന്ദിനും. അതിനുശേഷം നമ്മുടെ NICൻ്റെ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ രാധികാമ്മയെ മാറ്റി നിർത്തി പറയുന്നുണ്ട് കേട്ടോ, ഇനി ഗീതുവിൻ്റെ കാര്യത്തിൽ രാധികാമ്മ ഇടപെടേണ്ട ആവശ്യമില്ല, ഗീതുവിന് ഇഷ്ടം പോലെ ചെയ്തോളും, അവളെ തടയാൻ ഞാനും ഉണ്ടാവില്ല, ആരും ഉണ്ടാകുകയും വരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് കട്ട തീരുമാനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അജാസിനെയും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഞാനിനി ഇവിടെ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക, ഇനി ഇവിടെ എനിക്ക് നിന്നിട്ടും കാര്യമില്ല, ഗീതു നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് നമ്മുടെ അറക്കൽ വീട്ടിലേക്ക് പോകുക കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ നമ്മുടെ രാധികാമ്മ ആകെപ്പാട് ടെൻഷൻ. അറക്കിൽ നമ്മുടെ എന്താ പറയുക അനാർക്കലി ഇരിപ്പുണ്ടല്ലോ നമ്മുടെ രാധികാമ്മയുടെ മുറിയിൽ. അപ്പോൾ അനാർക്കലിയും ഗോവിന്ദും കൂടി കണ്ടാൽ പിന്നെ നമ്മുടെ രാധികാമ്മയ്ക്ക് മനസ്സിലായി ഇവർ ഇനി പിന്നെ പിടിച്ചു നിൽക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അനാർക്കലി അവിടെ നിന്നും എത്രയും വേഗം ഓടിക്കാനുള്ള ഒരു തത്രപ്പാടിലാട്ടോ. ഗോവിന്ദ് അവിടെ എത്തുന്നതിന് മുമ്പ് രാധികാമ്മ അറക്കിലോട്ട് പോയി നമ്മൾ അനാർക്കലിയായിട്ട് സംസാരിച്ച് അനാർക്കലി എങ്ങനെയെങ്കിലും അറക്കൽ വീട്ടിൽ നിന്നും പടിയിറക്കാനുള്ളൊരു തീരുമാനത്തിലാട്ടോ നമ്മുടെ. അപ്പോൾ രാധികാമ്മ വന്ന് അനാർക്കലിയോട് കുറേ സംസാരിക്കുന്നുണ്ട്, ഞാൻ 10 കോടി തന്നിരിക്കുന്നു, എനിക്കൊരു സാവകാശം തന്നാൽ മതി, നീ ഒരു ഹോട്ടലിലേക്ക് തൽക്കാലം മാറുക, ഞാൻ അവിടുത്തെ ബില്ലൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് ഇല്ല, ഇനിയും ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല, നീ എന്നെ അത്രത്തോളം ചതിച്ചിട്ടുണ്ട്, ഈ ഒരു 10 കോടി തികച്ചു കിട്ടാതെ ഞാൻ ഈ അറക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല, ഞാൻ നിന്റെ മുറിയിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഗോവിന്ദ് വരികയാണെങ്കിൽ ഗോവിന്ദ് വരട്ടെ, ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ നമ്മുടെ രാധികനോട് പറയുന്നുണ്ട്. അപ്പം രാധികാമ്മ ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുമോ, എന്ത് പറഞ്ഞിട്ടും അനാർക്കലിക്ക് ഒരു കുലുക്കവും ഇല്ല. അപ്പം നമ്മുടെ ഗോവിന്ദ് ഏതാണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ ആയിട്ടോ. അപ്പോൾ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദും അയ്യപ്പേട്ടനും കൂടി അറക്കിലേക്ക് എത്തുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ കാഞ്ചനൊക്കെ ചെന്ന് പറയുന്നുണ്ട് രാധിക മാമയുടെ മുറിയിൽ ഒരു മോഡേൺ എന്താ പറയുക ന്യൂ ജനറേഷൻ പ്രേതം ഉരുപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദനോട് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഇനി അവിടെ ചെന്ന് നോക്കുമോ, അനാർക്കലിയുമായിട്ട് കാണുമോ, മിക്കവാറും അനാർക്കലിയുമായിട്ട് കണ്ടുമുട്ടുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു മറ്റേ പ്രിയയുടെ കുഞ്ഞിനെ മാറത്തുനിന്ന് മാറ്റിയിട്ട് നമ്മുടെ വേറൊരു കുഞ്ഞിനും കൂടി നമ്മുടെ ഗീതു ഒരു തെറാപ്പി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് നിർത്തുന്ന എന്താ പറയുക പുന്നാരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയമോളുടെ കുഞ്ഞിനോട് സ്നേഹം കൊടുക്കുന്ന പോലെ തന്നെ ആ കുഞ്ഞിനെയും സ്നേഹം കൊടുത്ത് ഒരു ചൂടൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെയും ഇങ്ങനെ ലാളിക്കുന്ന കുറച്ച് രംഗങ്ങളും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഗോവിന്ദും അനാർക്കലിയും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടലാട്ടോ ഇനി നമുക്ക് അറിയേണ്ടത്. സത്യാവസ്ഥകൾ ഏതാണ്ട് നമ്മുടെ രാധികാമ്മയുടെ കള്ളത്തരമൊക്കെ ഇപ്പം നമ്മുടെ ഗോവിന്ദിന് മനസ്സിലായി. ഇനി കൂടുതലായിട്ട് ആ ഒരു തെളിവുകൾ സഹിതം മനസ്സിലാക്കാൻ നമ്മുടെ അനാർക്കലിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൊടിപൂരം എപ്പിസോഡുകൾ തന്നെ ആയിരിക്കോട്ടെ ഇനി വരാൻ പോകുന്നത്. അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.